വിഭാഗം അതുപോലെ തന്നെ സേവ് ഇംപ്രൂവ്മെൻറ്റ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് ഇന്നത്തെ ഇംഗ്ലീഷ് പരീക്ഷയോടുകൂടി വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 പരീക്ഷകൾ അവസാനിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് എന്ന് പറയുമ്പോൾ മാർച്ച് 29-ാം തീയതി ശനിയാഴ്ച രാവിലെ നടന്നിട്ടുണ്ടായിരുന്ന പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ പരീക്ഷയോടുകൂടി ഈ വർഷത്തെ പരീക്ഷകൾ അവസാനിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസി ആയിരുന്നോ അല്ലെങ്കിൽ ടഫ് ആയിരുന്നോ, അതുപോലെ നിങ്ങൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നോ? അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസി ആയിരുന്നോ എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്കുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ 24 മാർക്കാണ് വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത്. അതുപോലെ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് വിഭാഗത്തിലൊക്കെയാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ വിദ്യാർത്ഥികൾക്ക് +2 ലഭിക്കാൻ സാധ്യതയുള്ള മാർക്ക് കൂട്ടാതെയുള്ള മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അതായത് നിങ്ങൾക്ക് അറിയാം 80 മാർക്കിൽ നിങ്ങൾക്ക് ഒരു വർഷം 24 മാർക്കാണ്, എന്നാൽ രണ്ടാമത്തെ വർഷം 24ആണ്. അങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് 48 മാർക്ക് ജയിക്കാനായിട്ട് വേണം. അപ്പോൾ ഇങ്ങനെ +2 നിങ്ങൾക്ക് ചില സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഒരു 20 മാർക്കൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂവെങ്കിൽ ഇന്നത്തെ പരീക്ഷ നിങ്ങൾക്ക് ലഭിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 48-ൽ നിന്നും 20 മാർക്ക് കുറച്ചാൽ നിങ്ങൾക്ക് 28 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 28 മാർക്ക് ഇന്നത്തെ പരീക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ +2 പരീക്ഷ ജയിക്കുന്നതാണ്. അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ +2 15 മാർക്ക് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു +1 ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ നേടേണ്ട മാർക്ക് എന്ന് പറയുന്നത് 48 മാർക്കിൽ നിന്നും 15 മാർക്ക് കുറച്ചാൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത്, അതായത് ഏകദേശം നിങ്ങൾക്ക് അറിയാം 33 മാർക്കാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് +1 പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ മാർക്ക് കിട്ടിയാലാണ് വിദ്യാർത്ഥികൾ +2 ജയിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് +1 ഏതെങ്കിലും സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞു, അതായത് മിനിമം മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കും. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയാണ് ഇംപ്രൂവ്മെൻറ്റ് +1 സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക. അപ്പോൾ ആ ഒരു പരീക്ഷ എഴുതി വിദ്യാർത്ഥികൾക്ക് ജയിക്കാവുന്നതാണ്. എന്നാൽ നിലവിൽ +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുണ്ടാകും, +2 ഓൾറെഡി ഇപ്പോൾ +2 പഠിക്കുന്ന അതായത് +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളും +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മെച്ചപ്പെട്ട സ്കോർ +1 ഏത് മാർക്കാണോ നിങ്ങളുടെ ഏറ്റവും മികച്ചതായിട്ടുള്ളത് ആ ഒരു മാർക്കാണ് പരിഗണിക്കുക. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ +2 അല്ലെങ്കിൽ +1 കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓവറോളായിട്ട് പാസ്സാവാൻ സാധിച്ചിട്ടില്ല, അതായത് +1 +2 മാർക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ ടോട്ടൽ പാസ്സായിട്ടുണ്ടോ എന്ന് നോക്കുന്നത്, നിങ്ങളുടെ TE മാർക്ക് നോക്കിയിട്ടാണ്. അപ്പോൾ ഈ ഒരു TE മാർക്ക് നിങ്ങൾക്ക് 2 വർഷം കൂടി 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 2 വർഷം കൂടി അതായത് 24 × 2 = 48. അതുപോലെ തന്നെ ഈ ഒരു 60 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ 18 മാർക്കാണ് ഒരു വർഷം വേണ്ടത്. 2 വർഷം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 36 മാർക്ക് വേണം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പിന്നീട് +2 സേ പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ സമയത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് ഈ ഒരു നന്നായിട്ട് പഠിച്ച് +2 ആ ഒരു സബ്ജക്റ്റിൻ്റെ ഇതാണ് പരീക്ഷ വരിക. അതായത് +2 സേ എന്ന് പറയുമ്പോൾ +2 സബ്ജക്റ്റിൻ്റെ പരീക്ഷകളാണ്, +1 അപ്പോൾ ആ ഒരു +2 പരീക്ഷയിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഡബിൾ പാസിനടുത്ത് മാർക്ക് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓവറോൾ റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയ +2 സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. +1 ആദ്യമായിട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അടുത്ത വർഷത്തെ +1 ഈ ഒരു അതായത് +1 അടുത്ത ബാച്ചിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുക. അപ്പോൾ ആ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ 3 വിഷയമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങൾ അത് 3 വിഷയം ആബ്സെൻറ്റും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് 6 വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് ഇനത്തിലായിട്ട് എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് 3 വിഷയം ഇംപ്രൂവ്മെൻറ്റും 3 വിഷയം സേ പരീക്ഷയായിട്ടും എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൾറെഡി ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ +2 ശേഷം ഈ ഒരു വീണ്ടും ജയിക്കാൻ വേണ്ടി കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് +2 സേ പരീക്ഷ എഴുതി നിങ്ങൾക്ക് വേണ്ട അതായത് ഈ ഒരു മിനിമം മാർക്കായിട്ടുള്ള 36 48 മാർക്കോ നിങ്ങൾക്ക് അതായത് ഈ ഒരു 60 മാർക്ക് സബ്ജക്റ്റിൽ 36 മാർക്കും 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 മാർക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ ജയിക്കുന്നതാണ്. അപ്പോൾ ഇത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു +1 അതായത് +1 ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ +1 ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് അതായത് ഈ ഒരു 18 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ജയിക്കാനായിട്ട് 24 മാർക്ക് വേണം, എന്നാൽ 18 കിട്ടിയിട്ടുള്ളൂ. എന്നാൽ +2 പരീക്ഷയിൽ 24 മാർക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് വർഷത്തെ പരീക്ഷ എഴുതി ജയിക്കണം എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ട്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു +2 സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാം. അതായത് +2 സേ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു പരീക്ഷയിൽ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് അതായത് +2 ജയിക്കാൻ വേണ്ട 24 മാർക്കും അതിനോടൊപ്പം തന്നെ ഈ ഒരു 18 മാർക്കിൽ കുറവുള്ള അതായത് 6 മാർക്കിൻ്റെ കുറവുണ്ട്. അപ്പോൾ 6 മാർക്കും കൂടി ടോട്ടൽ 30 മാർക്ക് +2 സേ പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ടോട്ടലായിട്ട് +2 ആ ഒരു ടോട്ടലായിട്ട് +2 ഇംഗ്ലീഷ് സബ്ജക്റ്റ് പാസ്സാവും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ +1 18 കിട്ടിയത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ ആ ഒരു സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലായിട്ട് പരീക്ഷ എഴുതി സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു +1 24 മാർക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് ആ ഒരു രീതിയിലും ജയിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏകദേശം നിങ്ങൾക്ക് ഒരു വർഷത്തോളം നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരീക്ഷ എഴുതാവുന്നതാണ്. ഒന്നുകിൽ +2 ഈ ഒരു സേ പരീക്ഷയോടൊപ്പം പരീക്ഷ എഴുതി നിങ്ങൾക്ക് ജയിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് +1 ഈ ഒരു കമ്പാർട്ട്മെൻറ്റൽ അല്ലെങ്കിൽ +1 ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാകും +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ. അപ്പോൾ ആ ഒരു പബ്ലിക്
പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ നിങ്ങൾക്ക് പരീക്ഷ എഴുതി ജയിക്കാവുന്നതാണ്. പ്ലസ് വണ്ണിൻ്റെ ഈ ഒരു പ്ലസ് വൺ പരീക്ഷ ആദ്യമായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അടുത്ത വർഷത്തെ പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുക. അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷനിൽ ഏകദേശം കൂടുതൽ മാർക്ക് വാങ്ങിക്കാനും ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജയിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.